നമസ്കാരം പ്രിയപ്പെട്ടവരെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആരവവും ആവേശവും എല്ലാം അവസാന ലാപ്പിലാണ്. ഇരു മുന്നണികളും തിരക്കിട്ട ഓട്ടത്തിലാണ് വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടി. നമ്മളൊന്നുള്ളത് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് മഞ്ഞപ്പറ്റയിലാണ്. വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വളരെയധികം ഇരു മുന്നണികൾക്കും സാധ്യത കൽപ്പിക്കുന്ന ഒരു വാർഡാണ് മഞ്ഞപ്പറ്റ വാർഡ്. കാലങ്ങളായി മുസ്ലിം ലീഗ് ഇവിടെ നിന്ന് ജയിച്ചു പോരുന്നതുമാണ്. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വോട്ടർമാരോട് ചോദിക്കാം, ഇവിടെ ആര് നേടും, ആര് വീഴുമെന്ന്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ശക്തമായ പ്രചരണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരു മുന്നണികളും ഇവിടെ നിന്നൊക്കെ ശക്തമായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തൃക്കലങ്കോട് പഞ്ചായത്തിൻ്റെ ഈ 5 വർഷത്തെ കെടുകാര്യസ്ഥതയിലെ പ്രതിഷേധവും അതുപോലെ തന്നെ ഗ്രാമീണ വികസനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഒരുപാട് ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. നിർലോഭം ഫണ്ട് അനുവദിക്കുന്നത് ഗ്രാമീണ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും വേണ്ട വിധത്തിൽ വാർഡിലോ പഞ്ചായത്തിലോ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങൾക്കിടയിലുള്ള സംസാരം. അതുകൊണ്ട് തന്നെ നല്ലൊരു വിജയ പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഞങ്ങളുമൊക്കെ ഈ വാർഡിൽ. അതിപ്പോൾ എല്ലാ കൊല്ലവും ഇവിടെ തന്നെയാണ് ജയിക്കൽ. പിന്നെ ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ ഇത് തന്നെയാണ് എല്ലാ കൊല്ലവും ജയിക്കൽ. മഞ്ഞപ്പറ്റ ആ വാർഡും അത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇവലെ ഭരണത്തിൻ്റെ വെച്ചം കൊണ്ട് ഭരണത്തിനെതിരെയുള്ള ഒരു പിണറായി ഭരണം എന്ന് പറഞ്ഞാൽ അമ്പലക്കള്ളന്മാരാണ്. പിന്നെ ശബരിമലയിലൊക്കെ കോടികൾ കട്ടതാണ്. ഓരോന്നോരോന്ന് ജയിലിലിങ്ങനെ പോവുകയാണ്. അതിനെതിരെയുള്ള വോട്ട് ഞങ്ങൾക്ക് ചെയ്യണം. അതേ ഉള്ളൂ. ഒരു അഭിപ്രായം ഇപ്പം അങ്ങനെയാണ് പറയാൻ പറ്റൂല. എന്താണെന്ന് പറഞ്ഞാൽ ആര് ജയിക്കുക ആരോ തോൽക്കുക നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ? റിസൾട്ട് വരാതെ പറയാൻ പറ്റൂല. മത്സരം അങ്ങനെ പോകണ്ട, വലിയ മത്സരമൊന്നുമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ജയിച്ചായിരുന്നു ഇപ്പൊ ചോദിച്ചാൽ ഞാൻ തന്നെ പറയാം. 13-ാം തീയതി പേര് ഞാൻ പറഞ്ഞുതരാം. 13-ാം തീയതി എന്താണെന്ന് പറഞ്ഞുതരും ആരാ ജയിക്കുന്നത്. എന്താണ് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 10 വർഷമായിട്ട് UDFിൻ്റെ കയ്യിലാണ്. ഈ കഴിഞ്ഞ വർഷം സാബിരിയാണ് ഇന്ന് മെമ്പർ സാബിരി അത്യാവശ്യം നല്ല വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സാബിരിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എല്ലാ ജാതി അക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വികസനം കൊണ്ടുവന്ന് എല്ലാവർക്കും സുപരിചിതനാണ് സാബിരി. അതിൻ്റെ പിൻഗാമിയായിട്ട് റുബീന ഇവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. റുബീന നല്ലൊരു ഭൂരിപക്ഷത്തിന് ഇവിടെ വിജയിച്ചു. എന്താണ് പ്രതീക്ഷകളൊക്കെ? പ്രതീക്ഷകൾ നിലവിൽ 10 വർഷമായിട്ട് ഇവിടെ UDF ഭരിക്കുന്ന ഒരു വാർഡാണ്. അവസ്ഥകൾ അറിയിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പരാതികളുമായിട്ട് നാട്ടുകാർ രംഗത്തുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമാണ്. അതുപോലെ ഒരുപാട് പേർക്ക് വീട്, ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഒരുപാട് വീടുകൾ കൊടുക്കാനുള്ള എല്ലാ ഓഫറും പിന്നെ എല്ലാ പഞ്ചായത്തുകൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 17-ാം വാർഡിൽ തുച്ഛമായ ആൾക്കാർക്ക് മാത്രമേ ഈ വീടുകളെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരിക്കുന്നൊരു വാർഡാണ്. തീർച്ചയായും ഒരു മാറ്റം ഇവിടെ അനിവാര്യമാണ്. അതുപോലെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ, ഇപ്പോൾ നമ്മളെ ഈ റോഡാണെങ്കിലും ഇപ്പോൾ പടിഞ്ഞാറത്തല ഭാഗത്ത് പോയാലൊക്കെ ഭയങ്കര, അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതിനൊക്കെ ഒരു മാറ്റം വേണം. ഒരു പുതിയ ജനപ്രതിനിധി ഇവിടെ ഉണ്ടാകണം. ഇവിടെ UDF ജയിക്കും എന്നുള്ള അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എന്താണെന്നുള്ള അറിയില്ല. തിരിച്ചു പിടിക്കണം എന്ന് LDF പറയുന്നുണ്ട്. എന്താണെന്നുള്ള നമുക്കറിയില്ല. ഒരു വാശിയേറിയ മത്സരം. ഇടതുപക്ഷം വരുന്നു. കാരണം പോലെ ഇതുവരത്തെ പ്രവർത്തനം അങ്ങനെ അതെ, എല്ലാ വേറൊന്നും അവിടെ വരില്ല. ഇവിടെ LDFും UDFും BJP ഉണ്ട്. 3 കൂടിയും കട്ടയാണ്. അപ്പോൾ ഏതാ ജയിക്കൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. ഒക്കെ കട്ടക്കുള്ള ടീം തന്നെയാണ്. പിന്നെ വികസനം എന്ന് പറഞ്ഞാൽ ആരെക്കൊണ്ട് കഴിയുന്ന വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലങ്ങനെ ഒന്നും പറയാനില്ല. മാറ്റം വരണം. ആരായാലും ഏത് ടീം വന്നാലും നമുക്ക് മാറ്റം വേണം. അതാണ് നമുക്ക് ആവശ്യം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആര് ജയിച്ചെന്നുള്ളതാ? ഇവിടെ UDF വെച്ചു. കാരണം നാടിന്റെ വികസനം ഉയർത്തിപ്പിടിച്ചാണ് വികസനം. ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മോടൊപ്പം ഉള്ളത് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ 17-ാം വാർഡ് മഞ്ഞപ്പറ്റയിലെ LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അസ്നി അനീസാണ്. എന്താണ് ഇവിടുത്തെ പ്രതീക്ഷകളൊക്കെ LDFിൻ്റെ? ഇവിടെ ഇപ്പോൾ നിലവിൽ നല്ല പ്രതീക്ഷകളുണ്ട്. പിന്നെ എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് വിജയിക്കുന്നുള്ള പ്രതീക്ഷയിലാണ്.
വിജയിക്കുന്നൊരു പ്രതീക്ഷയുണ്ട് നമുക്ക്. ഇപ്പോൾ അവസാന ലാപ്പിലാണല്ലോ തെരഞ്ഞെടുപ്പ്, കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എത്ര റൗണ്ട് കറങ്ങി, എന്താണ്? ഇപ്പോൾ 2 റൗണ്ട് പൂർത്തിയായി. അടുത്ത നമ്മൾ പല റൗണ്ടും കൂടി ചെയ്യാം. സമയം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എത്തും. പ്രാവശ്യം 17 വാർഡിലെ ആരാ ജയിച്ച? UDF സ്ഥാനാർത്ഥി ജയിക്കും. അതെ, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. ഒരു മാറ്റം ഉണ്ടാവില്ല. ഒരു മാറ്റം ഉണ്ടാവില്ല. മത്സരം വലിയൊരു മത്സരമായിട്ടൊന്നും വരൂല. നല്ല ഷുവറായിട്ട് UDF ജയിക്കും. ഇപ്പം 2 വർഷം 10 വർഷമായിട്ട് ഇപ്പോൾ UDF ആണ്. ഇപ്പം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും കുറേ വികസനത്തിൽ ബാക്കൊക്കെയാണ്. ഇപ്പോൾ ഇപ്രാവശ്യം എന്തായാലും LDF ജയിച്ചു. വാർഡിൽ വികസനം മുരടിപ്പുണ്ട്. വാർഡിൽ വികസനം മുരടിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം തിരിച്ചു പിടിക്കും. തിരിച്ചു പിടിക്കും. നമ്മളെ 17 വാർഡിൽ മഞ്ഞപ്പറ്റ ആര് ജയിച്ചു? ഇവിടെ റുബീന സിദ്ദീഖ് ജയിക്കും. നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. ഒരു 300-350 വോട്ടിന് ഞങ്ങളിവിടെ വിജയിക്കുന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. എന്താ പ്രതീക്ഷ പറഞ്ഞാൽ ഇവിടെ LDF കുറി ഒരു 100-200 വോട്ടിന് ജയിക്കും. സംശയമില്ല. എന്താണ് അതിന് കാരണം? 10 കൊല്ലത്തെ ഭരണം ഇവിടെ എല്ലാവർക്കും അറിയാം. മാറ്റമാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം. ഇവിടുത്തെ വികസനങ്ങളൊക്കെ ഇവിടെ ഈ റോഡിനെ കണ്ടില്ലപ്പോൾ നിങ്ങൾ ഈ റോഡിന്റെ അവസ്ഥ തന്നെ. എവിടെ ചെന്നാലും ഏത് വീട്ടോട് വോട്ടും ചോദിച്ച് ചെന്നാൽ എല്ലാവർക്കും പരാതികളും. ഒരു സംശയമില്ല. ഇവിടെ കുറി ഒരു 100-200 വോട്ടിന് LDF സംശയമില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ പ്രതീക്ഷകളൊക്കെ? ഇവിടെ പ്രതീക്ഷ തന്നെയാണ്. ജയിക്കുന്നില്ല പ്രതീക്ഷ ഉറപ്പായിട്ടുണ്ട്. ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും. ഇവിടെ നീണ്ട വർഷങ്ങളായി, ഇവിടെ 10 വർഷക്കാലമായി ഇപ്പോൾ അതിൻ്റെ ഒരു വികസനം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ജയിക്കുന്നില്ല കുറച്ച് വിശ്വാസമുണ്ട്. ഇവിടുത്തെ ഇപ്പം എത്ര വട്ടം കറങ്ങിയിട്ടുണ്ട്? ഇപ്പം 3. ഇത് അവസാന റൗണ്ടിലാണുള്ളത്. അവസാന റൗണ്ട്. ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതോടുകൂടി തന്നെ എല്ലാ വീടുകളും കയറി ഇറങ്ങാന്നുള്ള ഇതാണോ? അതന്നെ. LDF ജയിച്ചോ ഇവിടെ? എങ്ങനെ? ജയിക്കണം. നമ്മുടെ ഇതിൽ കഴിഞ്ഞ വർഷത്തോളം ജയിച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ അറിയില്ല. ഞങ്ങളൊക്കെ ചെയ്തോടത്തോളം അതിനാ ചെയ്തത് ഈ കാലം വരെ. ഈ 50 വയസ്സായി ഇപ്പോൾ. എന്നിട്ട് പിന്നെ മാറിയിട്ടില്ല. വേറെ ഒരു പാർട്ടിയിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇക്കുറി ഇനിയിപ്പോൾ മരിക്കാൻ കാലത്ത് ഇനിയിപ്പോൾ വേറെ ഒരു പാർട്ടിക്ക് പോകണില്ല. ഇടതുപക്ഷത്തിനാണ് ഇവിടെ പ്രതീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ 10 വർഷമായിട്ട് ഇവിടെ വികസനങ്ങൾ വളരെ കുറവുള്ളൊരു വാർഡാണ് ഈ 17-ാം വാർഡ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു മാറ്റങ്ങൾ ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെ അഭിപ്രായപ്പെട്ടാൽ പറയാമല്ലോ. അഭിപ്രായമൊക്കെ ഇപ്പോൾ പറയാതിരിക്കാല്ലേ. ആരും ജയിച്ചിട്ടും ഇവിടെ കാര്യമൊന്നുമില്ല. നമ്മൾ 10 രൂപ ജയിച്ചുണ്ടായാലും അതുണ്ടാവും. അതിനുള്ളൂ. എത്രേനേ ഉള്ളൂ. പിന്നെ രാഷ്ട്രീയ LDF UDF എന്ന് പറഞ്ഞിങ്ങനെ നടക്കല്ലാതെ എന്ത് കാര്യം? ഒക്കെ കണക്ക് തന്നെ ചെയ്യേണ്ടി. നമ്മളെ എന്താ ചെയ്യേണ്ടി വെച്ചാൽ അന്നാണ് ചെയ്യുക. അത്രേ ഉള്ളൂ. ആളെ നോക്കാതെ. അത് നമ്മളെ തീരുമാനം. ആവേശം അവസാന ഘട്ടത്തിലാണ് ഇവിടെ മഞ്ഞപ്പറ്റയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളും പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താകുമെന്ന് നമുക്ക് വോട്ടിൻ്റെ റിസൾട്ട് എണ്ണുന്ന സമയത്ത് നമുക്ക് കാണാം.